HSA, സെറ്റ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചോദ്യം ഉറപ്പായിട്ട് കണ്ടിട്ട് പോണം. പ്രാചീന സാഹിത്യത്തിലെ ഏറ്റവും പ്രാചീനമായ കൃതിയായിട്ട് പറയുന്നത് രാമചരിതമാണ് അല്ലെ. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഒരുപാട് ചർച്ചകളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് ഭാഷയുടെ പേരിൽ. അപ്പൊ അത്തരത്തിൽ ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചെന്തമിഴും മലയാളവും കലർന്ന മിശ്ര ഭാഷയാണ് രാമചരിത ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? രാമചരിതം ഒരു മിശ്ര ഭാഷയാണ് എന്ന് അഭിപ്രായപ്പെട്ട 3 വ്യക്തികളാണ് ആറ്റൂര്, KM ജോർജ്, R നാരായണ പണിക്കർ അല്ലെ. എങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം ചെന്തമിഴും മലയാളവും എന്ന് കാണുമ്പോൾ ആരെ ഓർക്കാം? നമുക്ക് ആറ്റൂരിനെ ഓർക്കാം അല്ലെ. എങ്ങനെ ഓർക്കാം? ആറ്റിലാണ് എന്തുണ്ടാകുന്നത്? ചെന്താമര ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ആറ്റിൽ ചെന്താമര. അപ്പൊ ആറ്റൂരാണ് ചെന്തമിഴും മലയാളവും കൂടി ചേർന്നതാണ് രാമചരിത ഭാഷ എന്ന് പറഞ്ഞത്. എന്നാൽ R നാരായണ പണിക്കർ പറഞ്ഞേക്കുന്നത് ചോള ഭാഷ പ്ലസ് മലയാളം, ചോള ഭാഷയും അതുപോലെ തന്നെ മലയാളവും ചേർന്നതാണ് രാമചരിത ഭാഷ. അതെങ്ങനെ ഓർക്കാം? നാര് എവിടെയാ ഉണ്ടാകുന്നത്? ചോളത്തിനാണ് അല്ലെ. അപ്പൊ ചോള ഭാഷ നാരായണ പണിക്കർ. ഇനി ഒരു കൃത്രിമ ഭാഷയാണെന്ന് KM ജോർജു. അപ്പൊ ഇതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.